Morning. Good morning. Good morning. 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 Okay, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുത്തിരുന്നത് അല്ലേ? ഇവിടെ വരെ പറഞ്ഞു. ഇവിടെ വരാണ് എടുത്തത്. കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ് വരെയാണോ പറഞ്ഞത്? ഓക്കെ. അവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് വാർഡ്സ്. ടൈപ്സ് ഓഫ് വാർഡ്സ് ആണ്. ഇതിൽ ജനറൽ വാർഡ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ട്. ഓക്കെ, ജനറൽ വാർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ജനറൽ വാർഡ്സ് അറിയാമോ?
കോമൺ ആയിട്ടുള്ളത് അല്ലേ? ആ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജനറൽ വാർഡ്സിൽ പോവാറ്? എന്ത് തരം ഡിസീസിന് വേണ്ടിയിട്ടാണ്? നീനു ഗുഡ് മോർണിംഗ്. ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആണോ നോൺ ക്രിട്ടിക്കൽ കണ്ടീഷൻസിലാണോ നിങ്ങൾ ജനറൽ വാർഡ്സിനെ ആശ്രയിക്കുന്നത്? ക്രിട്ടിക്കൽ കണ്ടീഷൻസിലാണോ നോൺ ക്രിട്ടിക്കലാണോ? നോൺ ക്രിട്ടിക്കൽസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അല്ലെ? നമുക്ക് റുട്ടീൻ ചെക്കപ്പിനോ അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തില് കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹെഡേക്ക്, വൈറൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കേസസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അങ്ങനെ നോർമൽ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ എവിടെ അഡ്മിറ്റ് ആവുന്നത്? ജനറൽ വാർഡ്സിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് പെരിക്കുലർ പെർട്ടിക്കുലർ അസുഖവുമായി അല്ലെങ്കിൽ പെർട്ടിക്കുലർ വിഭാഗവുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ വരുന്നത് അല്ലെ? അത് ഏതൊക്കെ കാറ്റഗറിയാണെന്ന് അറിയാം? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെ കാറ്റഗറീസ് വരാം? നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കെയറിന് വേണ്ടിയിട്ടാണ് അല്ലെ? സ്പെസിഫിക് കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകളെ ആശ്രയിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ്സിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്, ഓങ്കോളജി, മെഡിസിൻ ആൻഡ് സർജറി, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി ആൻഡ് CTVS. Then neurology, medicine and surgery and ophthalmology. Okay, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ ആദ്യം വരുന്നത് എന്താണ്? ഗൈനക്കോളജി ആണ് അല്ലെ? ഓക്കെ, എന്താണ് ഗൈനക്കോളജി? എന്തിനു വേണ്ടിയിട്ടാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്സ്? പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഗൈനക്കോളജി? പറയൂ. പ്രഗ്നന്റ് ലേഡീസിന് മാത്രമാണോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്? ആണോ? സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു തരം അസുഖത്തിനും അല്ലെങ്കിൽ ലേബർ പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്താണ് ഗൈനക്കോളജി വിഭാഗം ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് അല്ലെ? ഏറ്റവും കൂടുതൽ എന്താണ് പ്രഗ്നൻസി വുമൺ ആണ് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നത്. അല്ലാതെ തന്നെ സ്ത്രീ സംബന്ധമായിട്ട് വരുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? പ്രത്യേകിച്ച് റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം ചികിത്സാ രീതികൾക്കും നമ്മൾ ആശ്രയിക്കുന്നതാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓങ്കോളജി. ഓങ്കോളജി എന്താണ്? ഓങ്കോളജി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ക്യാൻസർ ആണ് അല്ലെ? സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ് എന്ത്? ഓങ്കോളജി എന്ന് പറയുന്നത്. ക്യാൻസറിന്റെ മെഡിസിൻസും സർജറിയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് വാർഡാണ് എന്ത്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Then നെഫ്രോളജി ഓർ ഡയാലിസിസ്. നെഫ്രോളജി ഓർ ഡയാലിസിസ് എന്താണ്? ഇവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ. ഒരു ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഉണ്ട്. കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെ? കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ നെഫ്രോളജി അല്ലെ? ഓക്കെ, then ഡയാലിസിസ് പ്രൊസീജിയർ. എങ്ങനെയാണ് നമ്മൾ ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്നത്? ഡയാലിസിസ് പ്രൊസീജിയർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്? യെസ്, കിഡ്നി ഫെയിലർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ? നമ്മള് ഡയാലിസിസ് ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? ഓക്കെ, പ്രത്യേകിച്ച് കിഡ്നിയില് ഫെയിലർ, അതായത് നമ്മുടെ എന്താണ് വേസ്റ്റ് പ്രൊഡക്ട്സ്, കിഡ്നിയിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ? അതിന് മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ഡയാലിസിസ് പ്രോസസ് ചെയ്യുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡയാലിസിസ് എന്ന് ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എത്ര ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. കാർഡിയോളജി ആൻഡ് CTVS കേട്ടിട്ടുണ്ടോ? ഇത് കാർഡിയോളജി ആൻഡ് CTVS എന്താണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഹാർട്ട് സംബന്ധമായ അല്ലെ? ശ്വാസകോശം, ഹൃദയവുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് എന്തിൽ വരുന്നത്? കാർഡിയോളജിയിൽ വരുന്നത്. ഓക്കെ, യെസ്. CTVS കേട്ടിട്ടുണ്ടോ? CTVS നോട്ട് ചെയ്യാം കേട്ടോ. CTVS എന്നുള്ളത് നോട്ട് ചെയ്യാം. കാർഡിയോവസ്കുലാർ thoracic സർജറി.
സോറി കാർഡിയോതൊറാക്കിക് ആൻഡ് വസ്കുലാർ സർജറി. സ്പെല്ലിംഗ് വേണോ? സ്പെല്ലിംഗ് പറയണോ? CARDIO CARDIOTHORACIC cardiothoracic and vascular 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 സർജറി. ഒന്നുകൂടി പറയാം, കാർഡിയോതൊറാക്കിക് ആൻഡ് വസ്കുലാർ സർജറി. നമ്മൾ CTVSന്റെ എക്സ്പാൻഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. സി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ, ടി തൊറാക്കിക്. ഇത് രണ്ട് വേർഡും ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കാർഡിയോതൊറാക്കിക് CARDIO കാർഡിയോ, THORACIC തൊറാക്കിക്. എഴുതിയോ? കാർഡിയോതൊറാക്കിക് ആൻഡ് vascular surgery. ഇത് കൊറോണറി ബൈപ്പാസിന് അല്ലെങ്കിൽ BT ഹാർട്ട്സുമായി ഹാർട്ട് ബീറ്റ്സിന്റെ സർജറീസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നോട്ട് ചെയ്തോത്, CTVS എക്സാമിന് ചോദിക്കും കേട്ടോ. അതാണ് എക്സ്പാൻഷൻ പറഞ്ഞു തന്നത്. എന്താണ് CTVS എന്ന് പറയുന്നത് അഥവാ കാർഡിയോതൊറാക്കിക് വസ്കുലാർ സർജറി എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ഹൃദയരോഗം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് എന്നീ അവസ്ഥകളുടെ ചികിത്സ അല്ലെങ്കിൽ തൊറാക്കിക് അറകളിൽ ഉണ്ടാകുന്ന അവയവങ്ങളുടെ ശസ്ത്രക്രിയയാണ് എന്ത് വരുന്നത്? CTVS അഥവാ കാർഡിയോതൊറാക്കിക് സർജറിയിൽ വരുന്നത്. ഹൃദയരോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് തുടങ്ങിയവയുടെ ചികിത്സകൾ ഉൾപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് എന്ത്? CTVS എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ കാർഡിയോതൊറാക്കിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയെടുത്തു എല്ലാവരും? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ന്യൂറോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ന്യൂറോളജി? സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം അല്ലെ? യെസ്, സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചോളൂ കേട്ടോ, പോയിന്റ് ഔട്ട് ആയിട്ടൊക്കെ. ഓക്കെ, യെസ്. സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റത്തിൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ബ്രെയിൻ ഉൾപ്പെടുന്നുണ്ട്, സ്പൈനൽ കോഡ്സ് ആൻഡ് പെരിഫറൽ നെർവസ്. ഇതെല്ലാം തന്നെ ഇതിൽ വരുന്നതാണ്, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം അങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊന്നുമില്ല, അതെന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ന്യൂറോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം. ഓക്കെ, then ophthalmology, treatment of disorders of eye അല്ലെ? ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഐ അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട അല്ലെ, കണ്ണുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണല്ലേ ophthalmology എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾസ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടാതെ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? മറ്റൊരെണ്ണം പറയാമോ? ഏതെങ്കിലും ഒരു രണ്ട് സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ ഒന്ന് പറയാമോ? ഇതല്ലാതെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, കാർഡിയോളജി, ന്യൂറോളജി, ഒപ്തോൾമോളജി. യെസ്, പീഡിയാട്രിക് അല്ലേ? പീഡിയാട്രിക്, ഓർത്തോ. ഓക്കെ, പിന്നെ ഏതൊക്കെ അറിയാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ? കോസ്മെറ്റിക്കിന് നമ്മൾ എന്താ പറയുന്നത്? ഡെർമറ്റോളജി അല്ലെ? ഡെർമറ്റോളജി ആണ് കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ളത്, ഡെർമറ്റോളജി. പിന്നെ എന്താണ്? ഡെന്റൽ, ഗ്യാസ്ട്രിക്. ഓക്കെ, സ്കിന്നുമായി ബന്ധപ്പെട്ടതാണ് എന്താ? ഡെർമറ്റോളജി കേട്ടോ. സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൈക്കാട്രി,
മെന്റൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെ മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ് സൈക്കാട്രി വിഭാഗം. മെന്റൽ ഹെൽത്ത്. ഓക്കെ, എൻഡോക്രൈനോളജി. ഓക്കെ, യെസ്, നിങ്ങൾക്ക് അറിയാലോ ഇതിൽ കൂടാതെ എന്തൊക്കെ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് വൈകാട്ട് എഴുതി പഠിക്കണം. എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ന്യൂറോളജി നമ്മൾ പറഞ്ഞല്ലോ, ന്യൂറോളജി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് CT വേസിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. കാർഡിയോ തൊറാക്കിക് വെസ്കുലാർ സ്ട്രക്ചർ, CT വേസിന്റെ എക്സ്പാൻഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എല്ലാം? യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഒരു വാർഡിന്റെ, ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്, ചുറ്റപ്പെട്ട് നിൽക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, സാനിറ്ററി ഏരിയ. ഓരോ കമ്പോണൻസിന്റെ ഏരിയാസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ വരുന്നുണ്ട്, നഴ്സിംഗ് കൗണ്ടർ വരുന്നുണ്ട്. അതാണ് നമ്മൾ ക്ലിനിക്കൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. Then next one, auxiliary area. Auxiliary area. Auxiliary area എന്തെല്ലാം കാറ്റഗറീസ് ഉൾപ്പെടുന്നുണ്ട്? നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, എക്സെട്ര. ഓക്സിലറി ഏരിയ ആണെങ്കിൽ മാത്രമാണ് ഇത് വരുന്നത് നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. ആൻസിലറി ഏരിയ, മറ്റനുബന്ധ ഏരിയകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മറ്റനുബന്ധ സർവീസസുകൾ, ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ വാർഡുമായി ബന്ധപ്പെട്ട മറ്റനുബന്ധ സർവീസസുകൾ വരുന്നത് ഏതൊക്കെയാണ്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി എന്താണ്? പാൻട്രി അറിയാമോ? പാൻട്രി എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പാൻട്രി? യെസ്, വെരി ഗുഡ്. ക്യാൻറ്റീൻ അല്ലെ, ഭക്ഷണശാലയാണ് കേട്ടോ. ആൻസിലറി ഏരിയയിലെ പാൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണശാല അല്ലെങ്കിൽ നമ്മുടെ ക്യാൻറ്റീൻ ആണ് കേട്ടോ. Then ഡേ റൂം, ഡേ റൂം, ട്രോളി ബേ. ഡേ റൂം എന്ന് പറയുന്നത് എന്താണ്? ഡേ റൂം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡേ റൂം ഭക്ഷണശാലയോട് തന്നെ അനുബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ഒഴിഞ്ഞ സ്പേസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമുക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട്, റെസ്റ്റ് ടൈമിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്താണ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡേ റൂം ഉണ്ടായിരിക്കും. ട്രോളി ബേ, ട്രോളി ബേ എന്താണ്? ട്രോളി ബേ എന്താണ്? ട്രോളി, ട്രോളി എന്താണ്? ട്രോളി എന്തിന് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ട്രോളി? വാർഡിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രോളി ഉപയോഗിക്കുന്നത്? പറഞ്ഞേ. സ്ഥാപനങ്ങൾ, കോഴ്സ് അല്ലെ, സാധനങ്ങൾ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് വാർഡുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ്, ബെഡ്സ്, മെഡിക്കേഷൻസ് തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളി. അപ്പൊ ട്രോളി സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, സാനിറ്ററി ഏരിയ. സാനിറ്ററി ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ഓക്കെ അല്ലെ, സാനിറ്ററി ഏരിയയിൽ ഉൾപ്പെടുന്നതാണ് ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, അപ്പൊ ഒരു വാർഡിന്റെ മെയിൻ കമ്പോണൻസ് ആണ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമിന് ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. ആക്സിലറി ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കൽ ഏരിയാസിലെ പോയിന്റ്സ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ ഓരോ ഏരിയയിലും എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്. ക്ലിനിക്കൽ ഏരിയയില് പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ ആണ് ഉൾപ്പെടുന്നത്. ഓക്സിലറി ഏരിയാസിലാണ് നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്നത്. ആൻസിലറി ഏരിയസിലാണ് എന്ത് വരുന്നത്? പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. Then sanitary area, toilets and dirty utility. Okay, yes. Clear are our main components of work. Yes.
യെസ്, നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്തെ ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ വാർഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുമല്ലേ? കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അവിടെ നല്ലൊരു സർവീസസ് ആണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ അതേപോലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ? ഒരു ഫിറ്റ് ഇല്ല, ഓർഡർ ഇല്ല, പ്രൊസീജിയർ ഇല്ല, പോളിസീസ് ഇല്ല, പേഷ്യൻസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു, സിസ്റ്റർമാർ കൃത്യമായ രീതിയിൽ നോക്കുന്നില്ല. നഴ്സിംഗ് കൗണ്ടർ തന്നെ എന്താണ്, ആ ഒരു വാർഡിന്റെ കൗണ്ടർ തന്നെ വളരെ മോശമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്? അപ്പോ ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു വാർഡാണോ, അല്ലെങ്കിൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതാണോ? ഫസ്റ്റ് പറഞ്ഞതാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് റൂമിലേക്കാൾ, ഒരു ഹോസ്പിറ്റൽ റൂമിന് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നതിനേക്കാളും കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഇന്ന് വാർഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാലോ, ഒരു വാർഡിൽ എത്ര ബെഡ്സ് ഉണ്ടാവും? ഒരു വാർഡില് 5 or 10 പേഷ്യൻസ് ചിലപ്പോൾ ഉണ്ടാവും അല്ലെ? വാർഡിന്റെ സ്പേസ് അനുസരിച്ച് 5 or 10 പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം പേഷ്യൻസിന്റെ ഇടയിൽ എന്താണ് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് വാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആയിരിക്കണം ഏറ്റവും നല്ല പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് നമ്മൾ പാലിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നല്ല ഗുഡ് വാർഡിന് വേണ്ട ഫാക്ടറുകൾ, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കാം. First one, follow policies and protocols. Follow policies and protocols. എന്താ പറയുന്നത്? Follow policies and protocols എന്ന് പറയുന്നത് വാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ തരം പോളിസീസും പ്രോട്ടോകോൾസുകളും നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. എന്തായിരിക്കും ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഒരു വാർഡിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രോട്ടോകോൾ പറയാമോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ക്ലീൻ ആയിരിക്കണം. ഓക്കെ, വിസിറ്റേഴ്സിന് അലോ ചെയ്യാൻ പാടില്ല. ടീച്ചർ സൈലൻസ് അല്ലെ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? സൈലൻസ് ആയിരിക്കണം, വളരെ നിശബ്ദമായിരിക്കണം. പിന്നെ പ്രത്യേകമായി വേസ്റ്റ് കളയാനായിട്ട് പ്രത്യേക റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ വാർഡിലുള്ള പേഷ്യൻസ് ആ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ വാഷ്റൂം മാത്രമായിരിക്കും ഉപയോഗിക്കേണ്ടത് അല്ലെ? ഓക്കെ, വേസ്റ്റ് ഇടുന്നതിന് വരെ വളരെ നിയന്ത്രണം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ഒരു വാർഡിനകത്ത് പ്രോട്ടോകോൾസിൽ വരുന്ന നിശബ്ദത പാലിക്കണം. അതേപോലെ വിസിറ്റേഴ്സിന് ഒരു കൃത്യമായ ഒരു ടൈമിൽ മാത്രം ഒഴിവ് നമ്മൾ അനുവദിക്കണം അല്ലെ? പാസ് ഒരു പാസ് ടൈമിൽ മാത്രമേ, സന്ദർശകരുടെ സമയത്ത് മാത്രമായിരിക്കും നമ്മള് അകത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ രോഗിയുടെ കട്ടിൽ ഇരിക്കരുത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? രോഗിയുടെ കട്ടിൽ, ബൈസ്റ്റാൻഡേഴ്സ് ഒരിക്കലും രോഗിയുടെ കട്ടിൽ ഇരിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നില്ല അല്ലെ? ഓക്കെ, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു വാർഡിലെ മെയിൻ പ്രോട്ടോകോൾസുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരം പോളിസീസ് പ്രോട്ടോകോൾസ് നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നല്ലൊരു വാർഡ് മാനേജ്മെന്റ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. Knowledge of all duties to be performed in the ward. ഒരു വാർഡിൽ പാലിക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം, അതിനെ കുറിച്ചിട്ടുള്ള അറിവ് ആർക്കുണ്ടായിരിക്കണം? അവിടെ പെർഫോം ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ വാർഡ് ക്ലർക്ക് ആയിക്കോട്ടെ, വാർഡേഴ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും തന്നെ എന്താണ് അതിനെ കുറിച്ചിട്ട്, അവരുടെ ഡ്യൂട്ടി എന്താണെന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. Then third one, a plan program for each day's work. A plan program for each day's work. എന്താണ് പ്ലാൻ പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു വാർഡിന്റെ പ്രവർത്തനം രാവിലെ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മോർണിംഗ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരു വാർഡിന്റെ 8 മണിക്കാണോ? മിക്കതും ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ചിലപ്പോ വെളുപ്പിന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ടാവും. ഓരോ വാർഡ്സിലും മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ടാവും. ഓക്കെ, മിക്കതും 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു 6 മണിക്കുള്ളിൽ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിയും. റൗണ്ട്സ് കഴിഞ്ഞവർക്ക് എന്താണ് മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിയും. മിക്കതും 5 മണിക്ക്. ഒരു ഡ്യൂട്ടി ടൈം ആരംഭിക്കുന്നത് എപ്പോഴായിരിക്കും? ഡ്യൂട്ടി ടൈം പാടില്ല, ഏകദേശം ഡ്യൂട്ടി ടൈം ആരംഭിക്കുന്നത് എപ്പോഴാണ്?
യെസ്, 8 മണി അല്ലെ. നമ്മള് ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് അഡ്മിറ്റ് ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് വാർഡ്സിൽ നഴ്സുമാരും അല്ലെങ്കിൽ സ്റ്റാഫുകളും വന്ന് നമ്മുടെ ബെഡ്സ് ഒക്കെ വന്ന് അറേഞ്ച് ചെയ്യും അല്ലെ. ബെഡ്സ് ഒക്കെ നീറ്റ് ആയിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലീനിങ് വർക്കേഴ്സ് ഒക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ അതെല്ലാം ഒരു വാർഡിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെ. യെസ്, അപ്പൊ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സ്റ്റാഫിന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. എന്താണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്ര പേഷ്യൻസിന് ഏതൊക്കെ സമയത്താണ് മരുന്ന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റ് എക്സ്റേ അല്ലെങ്കിൽ ECG ലാബ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പോഴാണ് വിടേണ്ടത്, ഡോക്ടേഴ്സ് വിസിറ്റിംഗ് ടൈം എപ്പോഴാണ്, ഈ സമയത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരു ദിവസം എന്തൊക്കെ പ്ലാൻ ചെയ്യണം. നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, ഒരു വാർഡിൽ എന്തൊക്കെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ടൈം ഉണ്ടെങ്കിൽ എന്താണ്, ആ വർക്ക്സ് കൃത്യമായ സമയത്ത് തന്നെ നടന്നു. ഓക്കെ, അപ്പൊ ഡിലേ വരില്ല. നമ്മളൊരു കൃത്യം പെർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് പോവുകയാണെങ്കിൽ എന്താണ്, ഡിലേ വരാതെ ആ വാർഡിന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ദെൻ ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് അല്ലെ. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്ന് പറയുന്നത് എന്താണ്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്ന് പറയുന്നത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് അല്ലെ. സിസ്റ്റർമാർ അല്ലെങ്കിൽ നഴ്സ് വാർഡ് ക്ലർക്ക് ഒക്കെ എന്താണ്, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ടൈം, അത് ഓൺ ടൈം എന്നല്ലേ, കൃത്യ സമയത്ത് തന്നെ എന്താണ് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അത് എന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ്, കൃത്യ ടൈമിന് ഒരു 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുക. ഓക്കെ, യെസ്, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, then fourth one, preventing interruptions, establishment of ward routine. Preventing interruptions, establishment of ward routine. Then preventing interruptions എന്ന് പറയുന്നത് interruptions. നമ്മൾ പറഞ്ഞ ഒരു വാർഡിന് പ്രധാനമായ ഒരു റുട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പോളിസീസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും അല്ലെ, അതിനെ ഒരു വാർഡിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തരം പ്രവർത്തനങ്ങളും അകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കും അല്ലെ. എന്തെങ്കിലും ഇന്ററപ്ഷൻസ്, എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ വിസിറ്റിംഗ് ടൈം അല്ലാത്ത, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് വിസിറ്റിംഗ് ടൈം അല്ലാത്ത സമയത്തും ചില ബൈസ്റ്റാൻഡേഴ്സിന്റെ കൂടെ ചില വിസിറ്റേഴ്സ് കയറാറുണ്ട്. കണ്ടിട്ടില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ? സന്ദർശന സമയം ആയിരിക്കില്ല, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ടൈം ആണെങ്കിൽ എന്താണ്, പുറത്തുനിന്ന് അവർ കയറാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അല്ലെ, ഒരാളായിരിക്കില്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പൊ അത്തരം പുറത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ നമ്മൾ കടത്തിവിട്ടാൽ അത് ഇൻഫെക്ഷൻസ് പകരാനുള്ള സാധ്യതയാണ് അല്ലെ. വാർഡിൽ എല്ലാ പേഷ്യൻസിനും ഒരേപോലെ തന്നെ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഒരു പേഷ്യന്റിനെ കാണാൻ നമുക്ക് 10 പേര് വരുന്നു, 10 പേരെ നമുക്ക് അതിന്റെ അകത്തേക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ വരുന്ന പേഷ്യൻസിന്റെ ഫാമിലീസ് ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്ട്രിക്റ്റ്ലി എന്താണ് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, then use of democratic methods in the establishment of ward policy. Use of democratic methods in the establishment of ward policy. ഒരു വാർഡ് പോളിസി തയ്യാറാക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കണം അതിലെ മെത്തേഡ്സുകൾ വരേണ്ടത്? ഒരു വാർഡ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള മെത്തേഡ് ആയിരിക്കണം വാർഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഏത് രീതിയിലായിരിക്കണം? ഡെമോക്രാറ്റിക് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡെമോക്രാറ്റിക് എന്നോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? യെസ്, എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലെ, അല്ലെങ്കിൽ ആർക്ക് മേലെ ഓരോ പൊസിഷൻ അനുസരിച്ച് അവർക്ക് കൃത്യമായ ഡ്യൂട്ടീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെ. ആരൊക്കെ എടുക്കും, വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് എക്സിക്യൂട്ടീവിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡ്യൂട്ടീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഓരോ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഈക്വൽ ആയിട്ടാണ് അവർക്ക് വർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ യാതൊരു തര വ്യത്യാസങ്ങൾക്കൊന്നും കാണിക്കാതെ തന്നെ ഒരു വാർഡിന് ഒരു പോളിസി ഉണ്ടായിരിക്കും.
ആ പോളിസിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സ് സ്വീകരിച്ചുകൊണ്ടായിരിക്കും എല്ലാവർക്കും ജോലികൾ വിതരണം ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ അവിടെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും തന്നെ, വിവേചനങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു വാർഡ് പോളിസി തീരുമാനിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമാവുന്ന രീതിയിലാണ്, സൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കും നമുക്ക് ആ പോളിസീസ് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, യെസ്, അവിടെ ഉപയോഗിക്കുന്ന ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ആണ് മാത്രം. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. Okay. Then orientation of new staff members. Orientation of new staff members. എന്താണ് പറയുന്നത്? ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ നമ്മൾ പുതുതായി വരുന്ന പുതിയ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ വാർഡില്, അവർക്ക് സ്റ്റാഫ് വാർഡിൽ എന്തൊക്കെ പോളിസീസ് ആണ്, പ്രോട്ടോകോൾസ് ആണ്, എങ്ങനെയാണ് ഒരു വാർഡിൽ പെർഫോം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഓറിയന്റേഷൻ ക്ലാസ്, ഒരു അവബോധം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് പുതിയ സ്റ്റാഫുകൾ ശ്രദ്ധിക്കാൻ, ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് മാത്രമാണ് നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഒരു പുതിയ എൻവയോൺമെന്റിനോട് അവർ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ അവിടെ വർക്ക് ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണം എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി എടുക്കുകയാണ് ഓറിയന്റേഷൻ ക്ലാസ്സസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഒരു വാർഡില് എങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം നമ്മൾ നിലനിർത്തേണ്ടത്? അനുയോജ്യമായിട്ടുള്ള അല്ലെ, വളരെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ചുറ്റുപാടായിരിക്കും നമ്മൾ അവിടെ നിലനിർത്തേണ്ടത്. ഓക്കെ, അതായത് അതിനാണ് നമ്മൾ നല്ല രീതിയിൽ ഈ എൻവയോൺമെന്റ് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മുകളിൽ പറഞ്ഞിരിക്കുന്ന പോളിസീസും പ്രോട്ടോകോൾസിലും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വാർഡ്, ആ ഒരു ചുറ്റുപാട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യാതിരുന്നാൽ എന്താണ്, അത് നല്ലൊരു വാർഡായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ആ ചുറ്റുപാട് തന്നെ വളരെ മോശമായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾ പറഞ്ഞ പോലെ മനസ്സിലാക്കിയാൽ മതി. Okay, maintenance of a suitable environment. Then provision of supplies and equipment for efficient work. Provision of supplies and equipment for efficient work. എന്താണ് പറയുന്നത്? വായിച്ചു നോക്കിയേ. ഒരു വാർഡിലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സപ്ലൈസും അല്ലെങ്കിൽ എല്ലാത്തരം ഉപകരണങ്ങളും എവിടെ ഉണ്ടായിരിക്കണം? വാർഡിൽ ഉണ്ടായിരിക്കണം. ഒരു വാർഡിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്, എന്തൊക്കെ സപ്ലൈസസ് വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ വേണം, അതെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ വേണം അല്ലെ. ഒരു ഡാമേജ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ ഒരിക്കലും വാർഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു വാർഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരം സപ്ലൈസസും എക്യുപ്മെന്റ്സും എവിടെ ഉണ്ടായിരിക്കണം? ഒരു വാർഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് തന്നെ എന്താണ് ഒരു ഗുഡ് വാർഡിനെ ആശ്രയിക്കുന്ന മറ്റൊരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പ്രൊവിഷൻ ഓഫ് സപ്ലൈസസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. കാര്യക്ഷമമായിട്ടുള്ള ജോലിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഉപകരണങ്ങളും ലഭ്യമാക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. അതൊന്ന് പറയാമോ നിങ്ങൾക്ക്? എന്താ പറയുന്നതെന്ന്? Clear cut doctors and nurses orders. ആയിരിക്കും ഡോക്ടേഴ്സും നഴ്സും ഒരു വാർഡിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണോ വേണ്ടേ? യെസ്, കൃത്യമായി പാലിക്കുക അല്ലെ. ഡോക്ടേഴ്സിന്റെ ഓർഡേഴ്സ് അല്ലെങ്കിൽ നഴ്സ് പറയുന്ന ഡോക്ടർ പറയുന്നതായിരിക്കും നഴ്സ് നമ്മളോട് വന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് തരം ഉത്തരവുകളാണ്, ഏത് തരം ഓർഡേഴ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ആ ഉത്തരവുകളെ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, അഥവാ നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്? ആഫ്റ്റർ എഫക്ട്സ് നമ്മളെ തന്നെയായിരിക്കും ബാധിക്കുന്നത് അല്ലെ, വരുന്ന പേഷ്യന്റിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞത് നമ്മൾ ചില സിറ്റുവേഷൻസിൽ 5 ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറയും, രണ്ടാമത്തെ ദിവസം നമുക്ക് പനി പറഞ്ഞാൽ നമ്മൾ പോകാനുള്ള തിടുക്കം കഴിയും അല്ലെ, എങ്ങനെയെങ്കിലും മുട്ടിപ്പോയാൽ മതിയെന്നോ ഡോക്ടറോട് ചോദിച്ച് കാര്യം. പക്ഷെ ഡോക്ടർ പറയും ആന്റിബയോട്ടിക്സ് തീരാതെ നമ്മൾ വിടില്ല, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വിടില്ല എന്ന് പറയും അല്ലെ. പക്ഷെ നമ്മൾ നിർബന്ധപൂർവമായി എന്നാണ് ലാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്ചാർജ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് മെഡിക്കൽ ശുപാർശയ്ക്ക് എതിരായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഒരു ഉത്തരവാദിത്തമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ഫോം ഒക്കെ ഉണ്ട്. ലാമ എന്നാണ് നമ്മൾ പറയുന്നത്, ടോയ്ലറ്റ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ആ പേഷ്യന്റിന് എന്തെങ്കിലും വന്നു പോയാൽ അല്ലെ, പേഷ്യന്റ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരിക്കലും ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ഉത്തരവാദിയല്ല എന്നൊരു ഫോം ഒക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രം നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഡോക്ടർ പറയുന്ന നിർദ്ദേശം നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ഡോക്ടേഴ്സും നഴ്സും പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സെറ്റിംഗ്സിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. Accurate records, full reports. Accurate records, full reports. എന്താ പറയുന്നത്? യെസ്, കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക അല്ലെ, വാർഡുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അല്ലെ, എല്ലാ റെക്കോർഡ്സുകളും എന്താണ്, അതിന് ഫുൾ റിപ്പോർട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് തന്നെ അത് ആ രേഖകൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സുകളോ പിശകുകളോ ഒന്നും തന്നെ വരാനായിട്ട് പാടുള്ളതല്ല. അടുത്ത പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് മൊറൈൽ എന്ന് പറയുന്നത്? മൊറൈൽ, മനോവീര്യം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മനോവീര്യം, കോൺഫിഡൻസ്. കോൺഫിഡൻസ് നേടുന്നുണ്ടോ അല്ലെ, ആത്മവിശ്വാസം, അത് തന്നെയാണോ മനോവീര്യം? ആണോ? അതെ അല്ലെ. യെസ്, ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വാർഡ് മെമ്പേഴ്സും അല്ലെ, എല്ലാ വാർഡ് മെമ്പേഴ്സും എന്താണ് ഒരു ഹൈ മൊറൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയിലായിരിക്കണം അവരോട് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താണ് കോൺഫിഡൻസ് എന്ന രീതിയിൽ കോൺഫിഡൻസോടെ ആയിരിക്കണം ഒരു വാർഡിൽ ബിഹേവ് ചെയ്തവരുടെ പ്രവർത്തനങ്ങൾ അവരെ കാഴ്ചവെക്കേണ്ടത്. Then establishment of good working relationship within the ward and with other associates. Establishment of good working relationships within the ward and with other associates. ആരുമായിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്സ് ആണ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതെന്നാണ് പറയുന്നത് ഇവിടെ. വാർഡിനുള്ളിൽ തന്നെ അല്ലെ, വാർഡിനുള്ളിൽ തന്നെ മറ്റ് സഹകാരികൾ അസോസിയേറ്റ്സുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം, നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്സ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരാൾ വലുത് ഒരാൾ ചെറുതൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ എന്ന രീതിയിൽ നമ്മൾ ഡെമോക്രാറ്റിക് മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് അസോസിയേറ്റ്സുമായിട്ട് നമുക്ക് എന്താണ് നല്ല വർക്കിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, then delegation of responsibility. Delegation of responsibility. എന്താണ് delegation of responsibility? കേട്ടിട്ടുണ്ടോ? ഡെലിഗേറ്റ്, ഡെലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഡെലിഗേറ്റ്? കൂട്ടുത്തരവാദിത്വം എന്നാണോ? കൂട്ട ഉത്തരവാദിത്വം എന്നാണോ? ഈ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ടോ അതിന്? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാർഡിലെ പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൂട്ടായ രീതിയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി നടത്തുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരു വാർഡ് എന്ന് പറയുന്നത് ആ വാർഡിൽ ആരൊക്കെ ഉണ്ടാവും? വാർഡുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാ സ്റ്റാഫുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, മറ്റു അസോസിയേറ്റ്സുകൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരെല്ലാം എന്താണ് കൂട്ടായ പ്രവർത്തനമാണ് ഇതിനകത്ത് നടക്കുന്നത്
അല്ലെ. അതായത് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അത് വാർഡിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പലതരം ടാസ്കുകൾ ഉണ്ടാവും, ഡ്യൂട്ടീസ് ഉണ്ടാവാം, ഇതെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടായ മനോഭാവത്തോടു കൂടി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, sure. Next one, well-planned assignments. Well-planned assignments. Well-planned assignments. വെൽപ്ലാൻ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് വാർഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാംസുകളാണ് അല്ലെ. വാർഡുമായി റിലേറ്റ് വരുന്ന ടാസ്ക് കാര്യങ്ങളാണ് എന്ത് വരുന്നത് അസൈൻമെന്റ്സ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതുപോലെ എന്താണ് കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം നടത്തപ്പെടേണ്ടത്. ഓക്കെ, യാതൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പ്ലാൻ അസൈൻമെന്റ്സ് ആയിരിക്കും ഒരു ഗുഡ് വാർഡിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഓറിയന്റേഷൻ ക്ലാസ്സസ് കൊടുക്കുന്ന പറയുന്നില്ല ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന്. ഓക്കെ, അപ്പൊ അതെല്ലാം ഈ അസൈൻമെന്റ്സിന്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോ നമ്മള് ഏതെങ്കിലും ഡിസീസുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകൾ വാർഡിന് കൊടുക്കുകയാണെങ്കിൽ അതുമായി വ്യക്തമായി ചിലപ്പോൾ അതിന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മറ്റു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ വന്ന് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് പ്രോഗ്രാംസും അസൈൻമെന്റ്സിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്, വെൽ പ്ലാൻഡ് കൃത്യമായിട്ട് ഒരു ആസൂത്രണത്തോടു കൂടിയായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, then well arranged time for personal. Well arranged time for personal. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളാണ് കേട്ടോ, വാർഡ് സ്റ്റാഫുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അവർക്ക് കൃത്യ ടൈം ഉണ്ടായിരിക്കും അല്ലെ. 8 മണി എന്ന് പറയുന്നത് അവരുടെ കൃത്യ ടൈമാണ്. ആ ടൈമിൽ അവർ കൃത്യമായിട്ട് എത്തിച്ചേർന്നിരിക്കണം. ഓക്കെ, അതായത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വാർഡ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചേരണം. ഇനി കൃത്യമായിട്ട് എത്തിച്ചേർന്നില്ല എങ്കിൽ എന്തായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്? എന്തായിരിക്കും അത് അവരുടെ ആ ഒരു പ്രൊഫഷനെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു പേഷ്യന്റ് കെയർ അവിടെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഹാർബറി ആയിട്ട് 8 മണിക്ക് എത്തുന്ന ആൾ 8:45 എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഓടി കയറി വാർഡിലേക്ക് കയറി സിറഞ്ച് എടുത്ത് പെട്ടെന്ന് തന്നെ പേഷ്യന്റ് അയച്ചു കുഞ്ഞായിക്കോട്ടെ പ്രായമായിക്കോട്ടെ പെട്ടെന്ന് എടുത്ത് കുത്തിന്ന് വെച്ചു ചിലപ്പോൾ സൂര്യ ഒടിഞ്ഞ് കയറും. ആ ധൃതി വെപ്രാളൊക്കെ കൊണ്ട് എന്താണ് ഇതൊക്കെ സംഭവിച്ചെന്ന് വരാം അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ കൂടി നമ്മുടെ പേഷ്യന്റ് കെയറിനാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മള് അവിടെ വർക്ക് ചെയ്യുന്ന ആരാണോ ഒരു കൃത്യ ടൈം പാലിച്ചുകൊണ്ടായിരിക്കണം. ഓരോ പേഴ്സണൽസിനും ഓരോ സ്റ്റാഫിനും കൃത്യ ടൈം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനനുസരിച്ചിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ നടന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെഡിസിൻസ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അറിയാതെ ധൃതി പിടിച്ച സമയത്ത് മെഡിസിൻസ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് പല ഹോസ്പിറ്റലിലും സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമല്ല. ഒരു ജീവനെയാണ് അത് ബാധിക്കുന്നത് കേട്ടോ. എന്നിരുന്നാൽ യെസ്, then well arranged time for personal. Then last one, good teaching and supervision. Good teaching and supervision. അത് നേരത്തെ പറഞ്ഞതിൽ ഒരു പോയിന്റ് വിട്ടുപോയി. നമ്മള് എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഒരു വാർഡിൽ കൊടുക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളിവിടെ പറയുന്നത് ടു ഫോക്കസ് സ്റ്റുഡന്റ് മെഡിക്കൽ സ്റ്റുഡൻസിന് ഫോക്കസ് അറ്റൻഷൻ ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മള് ആർക്കൊക്കെയാണ് ഇവിടെ സൂപ്പർവിഷൻ ആൻഡ് ടീച്ചിങ് കൊടുക്കേണ്ടത്? ആർക്കാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഫസ്റ്റ് പോയിന്റിലും പഠിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന പോലെ തന്നെ അല്ലെ. യെസ്, നഴ്സിംഗ് പ്രോസസ്സിലാണ്. നഴ്സിംഗ് പ്രോസസ്സിന്റെ ഇടയിൽ അവർക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ് വാർഡിൽ കൊടുക്കുന്ന സൂപ്പർവിഷൻ ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഒരു വാർഡിനും മിക്ക വാർഡ്സുകൾക്കും ഇതിങ്ങനെ ആ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ സൂപ്പർവിഷൻ കൊടുത്ത് അവർക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആ നല്ലൊരു വാർഡാണെങ്കിൽ മാത്രം നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ഫാക്ടേഴ്സ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ. ഒരു ഗുഡ് വാർഡിന് എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളായിരിക്കണം ഇൻവോൾവ് ചെയ്യണമെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നെന്താണ് ബ്രീഫ് ചെയ്ത് പറയേണ്ടത്. എല്ലാ പോളിസീസും പ്രോട്ടോകോൾസുകളും പാലിക്കുക. എന്താണ് എല്ലാവർക്കും അവരുടെ വാർഡിൽ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. A plan program for each day's work. ഓരോ ദിവസത്തെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു വാർഡിലെ ഓരോ ദിവസവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. Then beginning the day on time. ഒരു വാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്ത് കൃത്യസമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. Then preventing interruptions, establishment of ward routine. വാർഡിനെ തടസ്സപ്പെടുത്തുന്നത് പുറത്തുനിന്ന് തടസ്സപ്പെടുന്ന ഒരു കാര്യങ്ങളും തന്നെ എന്താണ് നമ്മള് വാർഡിനകത്തേക്ക്, അതായത് വാർഡ് റൂട്ടീനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ നമ്മള് പുറത്തുനിന്നകത്തേക്ക് കഴിച്ചുവിടാനായിട്ട് പാടുള്ളത്. ഓക്കെ, എന്ത് തരം തടസ്സങ്ങൾ ഉണ്ടായാലും എന്താണ് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡ് പോളിസിയിൽ നമ്മുടെ എങ്ങനെയുള്ള മെത്തേഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരോടും തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ മെമ്പേഴ്സിനും സ്റ്റാഫ് മെമ്പേഴ്സ് അതേപോലെയുള്ള നിയമങ്ങളായിരിക്കും നമ്മുടെ പാലിക്കേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പുതിയ സ്റ്റാഫുകൾക്ക് നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസ്സസ്, അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. ഒരു സൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സപ്ലൈസും എക്യുപ്മെന്റുകളും കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വാർഡിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഉത്തരവുകൾ നമ്മൾ പാലിക്കുക. ആക്യുറേറ്റ് റെക്കോർഡ് ഫുൾ റിപ്പോർട്ട്സ്. എന്താണ് കൃത്യമായ രേഖകളും പൂർണ്ണമായ റിപ്പോർട്ട്സും നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക. സ്റ്റാഫുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിലനിർത്തുക അല്ലെ, ഹൈ മൊറയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ് വാർഡിലെ മറ്റ് അസോസിയേറ്റ്സുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? വാർഡിലെ ടാസ്കുകൾ, ഡ്യൂട്ടീസുകൾ അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. വെൽ പ്ലാൻ അസൈൻമെന്റ്സ്. വാർഡുമാരിൽ ചെയ്യുന്ന എല്ലാ അസൈൻമെന്റ്സും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. വെൽ അറേഞ്ച് ടൈം ഫോർ പേഴ്സൺ. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും എന്താണ് ഒരു കൃത്യമായ ടൈം നമ്മൾ ആസൂത്രണം ചെയ്ത് കൊടുക്കേണ്ടത്. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. എന്താണ് നല്ല രീതിയിലുള്ള അധ്യാപനവും മേൽനോട്ടവും മെഡിക്കൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്, ഇന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണല്ലോ? മനസ്സിലാവില്ല നിങ്ങൾക്ക്? യെസ്, നെക്സ്റ്റ് നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്സ് അല്ലെങ്കിൽ സെക്രട്ടറി. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. ഒരു വാർഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? 2-3 പോയിന്റ്സ് നമുക്ക് നോക്കാം. Completing and recording medical charts, reports and correspondence. Customers needs assessment, meeting quality standard for services and evaluation of customer satisfaction. Then provide support to healthcare staff and ensure appropriate maintenance of patient care unit. First one എന്താ പറയുന്നത്? Compiling and recording medical charts, reports and correspondence. ഒരു വാർഡ് ക്ലർക്കിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് എന്താണ്?
പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം റെക്കോർഡ്സ് അല്ലെ, മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ്, മറ്റ് കത്തിടപാടുകളിൽ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമാഹരിക്കുക അല്ലെ. അതായത് പേഷ്യൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാത്തരം കാര്യങ്ങളും റെക്കോർഡ്സ്, മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് തുടങ്ങിയവെല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് കമ്പീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് സമാഹരിക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വരുന്ന എല്ലാത്തരം അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അല്ലെ വരുന്ന കത്തിടപാടുകൾ സമാഹരിക്കുകയോ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഡ്യൂട്ടീസ് ഓഫ് വാർഡൻ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, then second one, customer needs assessment, meeting quality standard for services and evaluation of the customer satisfaction. ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? കസ്റ്റമർ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പേഷ്യൻസ് ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. അപ്പൊ പേഷ്യൻസിനെ കൃത്യമായി പേഷ്യൻസിന്റെ ആവശ്യാനുസരണം അവരുടെ ആവശ്യകതകൾ അനുസരിച്ച് അതെല്ലാം അസസ് ചെയ്യുക. ദെൻ meeting quality standard for services and evaluation of customer satisfaction. അതായത് വരുന്ന പേഷ്യൻസിനെ നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ സെക്കൻഡ് ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത് അല്ലെ. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കൊടുക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള കെയർ ആയാലും പെർഫോമൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വാലുവേഴ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിന് വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അപ്പൊ അതിന് പേഷ്യൻസ് സംതൃപ്തരാണോ എന്ന് കൂടി വാർഡ് ക്ലർക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് വരുന്ന അവരുടെ ആവശ്യങ്ങൾ എന്താണോ എന്ന് അറിഞ്ഞ് കൃത്യമായിട്ട് അത് ചെയ്തു കൊടുക്കുക. ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള സർവീസസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല സർവീസസ് കൊടുത്തതിന് ശേഷം അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് ഡ്യൂട്ടിയാണ് ആരുടെ? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസിലെ സെക്കൻഡ് ഡ്യൂട്ടിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ സെക്കൻഡ് വൺ? യെസ്. Then third one, okay, provide support to healthcare staff and ensure appropriate maintenance of patient care unit. Provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ് പറയുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് നമ്മൾ കൃത്യമായിട്ടൊരു ഉദ്ദേശിച്ച വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് എന്ത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുക. അത് മാത്രമല്ല എന്താണ്? എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. കൂടാതെ പേഷ്യന്റ് കെയർ യൂണിറ്റിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ പ്രൊവൈഡ് ചെയ്യുക, ഇതിലൊരു സപ്പോർട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ പേഷ്യന്റ് കെയർ യൂണിറ്റ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഡ്യൂട്ടിയും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് ആരോഗ്യ പരിപാലന രംഗത്തുള്ള എല്ലാ സ്റ്റാഫുകൾക്കും പിന്തുണ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയുള്ള കേട്ടോ. ഓക്കെ, യെസ്. Yes. And fourth one, administer efficient communication network and manage flow of traffic. Administer efficient communication network and manage flow of traffic. എന്താണ് കാര്യക്ഷമമായിട്ടുള്ള ഒരു ആശയവിനിമയ ശൃംഖല നിയന്ത്രിക്കുക അല്ലെ. ഒരു ആശയവിനിമയ ശൃംഖല നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? കാര്യമായിട്ട് ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ഫ്ലോ ഓഫ് ട്രാഫിക് ആണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് നമ്മളിവിടെ നിയന്ത്രിക്കേണ്ടത് വാർഡില്? നമ്മൾ പഠിച്ചു അല്ലെ, പേഷ്യൻസിനെ മാത്രമാണോ? പേഷ്യൻസിന്റെ ഓവർഫ്ലോ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് വിസിറ്റേഴ്സ് അല്ലെ, അനധികൃതമായിട്ട് വിസിറ്റേഴ്സ് അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത. അപ്പൊ അത്തരത്തിലുള്ള ട്രാഫിക്കുകൾ അല്ലെ, അത്തരത്തിലുള്ള ആ ഒരു ഗതാഗതം നമ്മൾ നിയന്ത്രിക്കുക അല്ലെ.
റിലേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്താണ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ അതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് ആ ഫ്ലോ ട്രാഫിക് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? വാർഡ് ക്ലർക്കിന്റേതാണ് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്? കാര്യക്ഷമമായിട്ടുള്ള ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ഫ്ലോ ട്രാഫിക് അദ്ദേഹം കൺട്രോൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ വരെ ക്ലിക്ക് ചെയ്ത് വെച്ചേരാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലാസ് സെക്രട്ടറി വരെയാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു കമ്പയറിംഗ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ് റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം മെഡിക്കൽ റെക്കോർഡ്സുകളും റിപ്പോർട്ട്സും ചാർട്ട്സുകളൊക്കെ തന്നെ സമാഹരിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? വാർഡ് ക്ലർക്കിന്റേതാണ്. അതോടൊപ്പം തന്നെ എന്താണ് കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ് അല്ലെ, കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് കൊടുത്ത സർവീസസ് അവർ തൃപ്തരാണോ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അസസ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി, വാലിഡേറ്റ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അല്ലെ, വാർഡിലുള്ള എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് കൃത്യമായ ഒരു പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി വാർഡ് ക്ലർക്കിന്റേതാണ്. അതോടൊപ്പം തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. കാര്യക്ഷമമായിട്ടുള്ള ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ഫ്ലോ ഓഫ് ട്രാഫിക് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക. ഓക്കെ, ഇവിടെ വരെ ഓക്കെ ആണോ? യെസ്, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? എല്ലാവരും വാങ്ങിച്ചോ? എല്ലാവരും വാങ്ങിച്ചു അല്ലെ? അപ്പൊ അതേ സമയം എടുത്ത് ഗൈഡ് കൂടി വാങ്ങിക്കരുത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ നിഷാ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നല്ലേ, ടീച്ചറിന്റെ ലീവ് ആയതുകൊണ്ടാണ് ടീച്ചർ കയറിയത് കേട്ടോ. 4 മൊഡ്യൂൾ വാങ്ങി. അപ്പോ എടുക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്വസ്റ്റ്യൻ ഇന്ന് ചോദിക്കുന്നില്ല കേട്ടോ. Okay, thank you. Have a nice day. Thank you.